നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നാട്ടിൽ നിന്ന് അല്ല യൂറോപ്പിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒന്ന് പുറത്തോട്ട് പോവാണ്. ഇന്നൊരു ഔട്ടർ പാർട്ടിയുണ്ട്, ഔട്ട്സൈഡ് പാർട്ടി. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് ടുഗദർ. നമ്മുടെ സുഹൃതം ഫാമിലി എല്ലാവരും മാക്സിമം എല്ലാവരും എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്സൈഡ് പിക്നിക്കിന് വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പം രാവിലെ 9 മണി. എന്താ പറയുക, ഒരു കോഫി മേടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ലേക്ക് പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം എന്തേ പോയിട്ടുള്ളൂ അവിടെ അല്ലേ? കണ്ടോ, ഇത് ഫോർ സെയിലിനിട്ടിരിക്കുക. ഈ ലാൻഡ് പൈസ കൊണ്ട് മേടിക്കാം. ഇതിവിടെ വീട് വെച്ചിട്ട് വിൽക്കുക. ഒരു നൈസ് പള്ളിയുണ്ടോ? ഇന്നിപ്പം ജുമാ പ്രയറിനുള്ള തിരക്കായിരിക്കും. രണ്ട് സൈഡിൽ ഞാൻ ലൈനിലാണ് നിൽക്കുന്നത്. ഇല്ല ലൈനേൽ കണ്ടോ? അല്ല ഞാൻ ലൈനയിലാണ് നിൽക്കുക. ഞാൻ ലൈനയിലാണ് നിൽക്കും. ഇതൊക്കെ ഇവിടുത്തെ എന്താ പറയുന്നത്, ഇൻഡസ്ട്രിയൽ വെയർ ഹൗസ് ഏരിയ. ആ സൈഡിൽ കാണുന്നതൊക്കെ ഈന്തപ്പന തോട്ടങ്ങളാണ്. ഈന്തപ്പന തോട്ടം ആ കാണുന്ന മൊത്തം. പണ്ട് ഇവിടെ മുഴുവൻ അതുപോലത്തെ കാട് പിടിച്ച് തോട്ടങ്ങളും കാര്യങ്ങളും ആയിരുന്നു. പക്ഷെ റിയാദ് വികസിപ്പിച്ചപ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നാണ് ഈ വെയർ ഹൗസുകളെല്ലാം. പക്ഷെ ഇപ്പൊ റിയാദ് ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ ഈ വെയർ ഹൗസ് ഒക്കെ ഇളക്കിക്കൊണ്ടവർ വേറെ ദൂരോട്ട് കൊണ്ടുപോകായിരിക്കും ഫ്യൂച്ചറിൽ. ഇവിടാണ് ലേക്സ് പാർക്ക്. നമ്മളിപ്പോൾ ഇവിടെ മുന്നോട്ട് പോയിട്ട് ഇവിടുന്ന് റൈറ്റ് എടുക്കണം. നമ്മളങ്ങനെ ഒരു 600 മീറ്റർ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും. എല്ലാവരും അവിടെ കാണും. അവരെല്ലാം എന്നെ ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിന് വിധേയനാക്കും. എന്തുകൊണ്ട് ലേറ്റായി? ഇതാണ് ആ ലേക്ക്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ചായ, ദോശ ലൈവാണ് ഇവിടെ. സൂപ്പർ. ഇതാരാ ഇത്രയും അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത വ്യക്തി? മിസ്റ്റർ ജയനാണ്. ഏതില് കപ്പ് കിട്ടാൻ? അത് എവന്റെ നീ കപ്പ്. അയ്യോ, കൈ പിടിക്കാനൊന്നുമില്ല. ഇത് ആരുടെയില്ല നീ സാധനം? ആരാ എടുത്ത് ആ വണ്ടിയിൽ ഇട്ടത്? ആ കപ്പും ഇതുമൊക്കെ അവനെ ആദ്യം അടിക്കണം. ആരാ അതുകൊണ്ടിട്ടെ? വിവരദോഷി. അവൻ എന്തിനാ അത്? ഓരോ പ്രോബ്ലമേ. ഞാൻ മനസ്സമാനത്തോടു കൂടി വന്നേനെ. ഉള്ള കപ്പും സോസറും എല്ലാം കൂടെ കൊണ്ട് നമ്മുടെ വണ്ടിയെ കൊണ്ട് ലോഡ് ചെയ്ത്. അപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ചടങ്ങ് വരുമെന്ന്. ഇത് നോക്കിയേ, ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ഫുൾ, നമുക്കൊക്കെ പകുതിയാണ് തന്നത്. ഓ അങ്ങനെ പറഞ്ഞു കൊണ്ടുപോയാൽ മതി. ഭാര്യയ്ക്ക് ഫുൾ ഓംലെറ്റ്. ഇതെന്തരേ ഇത്? നമുക്ക് മാത്രമില്ല, നമുക്ക് പകുതി. അങ്ങേ അറ്റത്ത് ബിന്ദു ഇരിക്കുന്നു. ബിന്ദുവിന് എന്താ പനിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ റൂട്ടിലോട്ട് നമ്മൾ പോകണ്ട, ദൂരെ നിന്നിട്ട് ഷൂട്ട് ചെയ്യാം. എന്താണ്ട് അവിടെ ബിന്ദു ഇരിപ്പുണ്ട്. പനിയാണെന്നാണ് പറച്ചിൽ. സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പനിയൊന്നും അല്ലാന്നുണ്ടെ വന്ന് ദോശയൊക്കെ ചൂടണ്ടേ. അത് കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാറിയിരിക്കുവാണെന്നൊരു സംശയമുണ്ട്. പനി എന്ന വ്യാജേന അവിടെ മൂലയ്ക്ക് പോയിരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പനിയുടെ സീസണാണ്. എല്ലാവർക്കും പനിയാണ് മൊത്തത്തിൽ ഇവിടെ റിയാദിൽ. വന്നാലൊരു 10 ദിവസം കഴിഞ്ഞേ പോകത്തുള്ളൂ. ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ദോശ എടുക്കുകയും കമത്തുകയും ചെയ്യുന്നത്. നോക്കിയേ, എന്തായാലും ഭാഗ്യം ചെയ്യണം കേട്ടോ, ചേട്ടൻ ഉണ്ടാക്കിയ ദോശ കഴിക്കുക എന്ന് പറഞ്ഞാൽ.
ഉണ്ടാക്കിയ ദോശ ഞാൻ ഇവിടുന്ന് എടുത്തു. ഇത് നോക്കിയേ, ഇവർക്ക് ഓരോരുത്തർക്കും ഇപ്പം ഡിമാൻഡ് കൂടി. നമുക്കാണ് കീറി പറഞ്ഞ ദോശ തന്നപ്പം ഇവർക്കാണ് തട്ടുദോശ, പരന്ന ദോശ, നെയ്യിട്ട ദോശ. എന്താണ് നോക്കി ഇപ്പൊ എടുത്തിരിക്കുന്നത് കണ്ടോ? തട്ടുദോശ, സന്ധ്യക്ക് വേണ്ടത് തട്ടുദോശ, കോയിൻ ദോശ, പല രീതിയിലുള്ള ദോശകള്. അനൂപിന്റെ വിചാരം ഇതൊന്നും റെക്കോർഡ് ആകുന്നില്ലെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. ഉണ്ണി എന്ന് പറഞ്ഞൊരു മഹാന് ഇപ്പൊ വന്നിട്ടുണ്ട് 10:45, 11:30 ആയപ്പോഴത്തേക്ക്. വന്നതിന് ശേഷം പുള്ളി പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ശബ്ദമില്ല എന്ന്. പുള്ളി വന്നതേ 11:30 മണിക്കാ. ഓ, കരിഞ്ഞതേ ഉള്ളൂ, വെന്തില്ലാന്ന്. പക്ഷെ വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവര് ചുട്ടെടുത്ത് തിന്നതിന് ശേഷം കുറ്റം പറയും. ഓ, അത് ഇവരൊരു പ്രത്യേക കഴിവാണ്. ആണുങ്ങളാണ് ഒരക്ഷരം മിണ്ടാണ്ടായിരുന്നു ഇതെല്ലാം മേടിച്ച് കഴിച്ചത്. വെന്തോ വെന്തില്ലയോ എന്നൊന്നും നോക്കിയില്ല. ദേ നോക്കിയേ, ചേട്ടന് വന്ന് ചാടി. സജീവേട്ടൻ്റെ ദോശ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ദോശയാണ്. ചേട്ടൻ ആ ദോശയുടെ ചുറ്റും ഓടുന്നുണ്ട്, അത് എടുത്ത് പൊക്കി തിരിച്ചിടാൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റെസ്ലിംഗ് നമ്മൾ കണ്ടു. ആ ദോശയുടെ മേലിൽ ചേട്ടൻ മാക്സിമം ഉപയോഗിച്ചത്. ഇതാരുടെ? ഇത് മഞ്ജുൻ്റെ ആണോ? ഇതെങ്ങനെ കവർ മാറിയോ? എനിക്കറിയില്ല. എന്താ? അയ്യോ, ഇവർ ഓരോ കമന്റും പറയുന്നുണ്ട് കേട്ടോ. അത് കാരണം നല്ല തൊലിക്കൊട്ടി ഉള്ളവർക്ക് മാത്രമേ വീട്ടിൽ നിന്ന് ദോശ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ചേട്ടനത് ഉണ്ടെന്നാണ്. ആ ദോശ വട്ടം കറങ്ങുവാണ്. ആ ദോശ ഒരു കാലത്തും ആ ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, ഒരാളത് എടുത്തു. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇവിടെ നമുക്ക് ബാത്റൂമും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഫ്രണ്ടിലുണ്ട്. അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ബാത്റൂമിലൊക്കെ പോകണേൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ടൂറിസം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. ചൂടാണേൽ ഇവിടെ വന്ന് ഇരിക്കാനേ പറ്റില്ല. പക്ഷേ ഇന്നിപ്പം കുഴപ്പമില്ല, സൈക്കബിൾ ചൂടാണ്. രാവിലെ നമ്മളിവിടെ എത്തി 10 മണി കഴിഞ്ഞ്. ആദ്യം തന്നെ ചായയായിരുന്നു, അതിന് ശേഷം ദോശ, എഗ് ഓംലെറ്റ്. അതായത് ഭക്ഷണം നമ്മൾ വിചാരിച്ചതിനപ്പുറം ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദോശ 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 ആർക്കും വേണ്ട. ദോശ എല്ലാവർക്കും സപ്ലൈ ചെയ്തു. ചേട്ടാ പുറകിലോട്ട് ഇരിക്കരുത്. സുനിൽ വന്ന് പെട്ടു. കാര്യം വെച്ചാൽ പുള്ളി ഉണ്ടല്ലോ, ഒരാൾക്ക് കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുത്ത് കൊടുത്താ ഇപ്പം എന്താ എല്ലാവരും വന്ന് കൈ കാണിക്കുക. പുള്ളി ഇപ്പം അരമണിക്കൂറായിട്ട് ഈ ബോട്ടിലും പിടിച്ചോണ്ട് നിൽക്കുക. പുള്ളി പെട്ടു. കണ്ടോ, എല്ലാവർക്കും ഇപ്പം കൈ കഴുകണം. മറ്റേ ഞാനിപ്പോൾ സലാഡ് കണ്ട് ചെയ്യാണ്. ഇപ്പോൾ 10-45 പേർക്കുള്ള സലാഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ സ്നേഹത്തോടെ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കേണ്ടതല്ലേ. അപ്പം നമ്മളിതിനകത്ത് ഇപ്പം ഈ ഒരു കുക്കുംബറിനകത്ത് കുറച്ച് സ്നേഹം കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും. താഴെ കളയാതെ ഉണ്ണി, ഇങ്ങനെ ഉണ്ണി താഴെ കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകുന്നത്. നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. നിങ്ങൾക്ക് ആ ലെമൺ ജ്യൂസിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് പറയോ? സൂപ്പർ അല്ലേ?
ഇത് ഞാനും ഉണ്ണിയും കൂടെ ഉണ്ടാക്കിയ ലെമൺ ജ്യൂസ് ആണ്. ഇത് ഞങ്ങൾ ഇവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, ലെമനേഡാ. നോക്കിയേ, അവരൊരു പടയായിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടോ. ഇവിടെ ചിക്കൻ കഴിക്കാൻ വേണ്ടി വരുന്ന വരവാ. നമ്മൾ അവർക്ക് ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിന് ശേഷം വന്നിട്ട് വരുന്ന വരവ് കണ്ടോ. ചെയറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഒരു ഓട്ടമാണ് അവർ. ഫുൾ ഗ്രൂപ്പ് എത്തുന്നുണ്ട്. ഇനി ഇവരിവിടെ ഒരു ഇരിപ്പുണ്ട്. എന്നിട്ട് ഇവിടുത്തെ ചിക്കൻ മുഴുവൻ എടുത്ത് തിന്നും. ചേച്ചി വന്ന് കളിയാക്കുന്നുണ്ട്. നമ്മളൊരു സലാഡ് 45 പേർക്ക് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചുമ്മാ ചിരിക്കുക. ഇവർ ദോശ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഒരു സ്വല്പം പോലും ചിരിച്ചില്ല. അവർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടം എടുത്ത് നമ്മളെ അവർ അടിച്ചേനെ. നമ്മളത് ഇവരിങ്ങനൊക്കെയാ. ആ ഇതിപ്പോൾ ഈ ഫുൾ 45 ഉള്ളിയും 2.5 കിലോ ക്യാരറ്റും ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് തള്ളി ഇതിനകത്തിട്ടു ഇവർക്കെല്ലാം കഴിക്കാൻ വേണ്ടി. ഇവരിതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഥയും പറഞ്ഞിരിപ്പുണ്ട്. ഓ, ഇതിപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ്. അവർ വെയിറ്റ് ചെയ്യുക പാത്രമായിട്ട്. 3 റൗണ്ടിൽ തീരുമായിരിക്കും ഇവരുടെ ആ ഒരു വിശപ്പ്. നോക്കാം നമുക്ക്. കണ്ടോ, ഒരു റൗണ്ട് അടിച്ചിട്ട് നമുക്ക് പോരാ. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മളിപ്പം ഗ്രില്ലി, അതും വെൽഡൺ കുക്ക് ചെയ്യണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. കുക്കല്ലാതെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുതെന്ന്. ഇവിടെയാണെന്നുണ്ട് ഒരു സൈഡ് ദോശ ഇടുമ്പോഴത്തേക്ക് ഇവിടെ ഫോട്ടോഷൂട്ടാ. ഇവർക്കൊന്നും ഉണ്ടല്ലോ ഒരു ദയയില്ലെന്നുള്ള. ഇവിടെ ഒരാളിരുന്ന് പാവം അവിടെ നിന്ന് ദോശ ഇടുമ്പോൾ ഇവിടെ ഭാര്യയും ഭർത്താവിടെ ഫോട്ടോഷൂട്ട്. ആ കഷ്ടമുണ്ട് കേട്ടോ, ഇത്രയും പാടില്ലേ. നോക്കി അവൾ എത്രമാത്രം ആക്റ്റീവാണെന്ന് നോക്കി. അവൾ ചോദിക്കുന്നുണ്ട് തട്ടുദോശ വേണോ, സാധാരണ ദോശ വേണോ, നെയ് റോസ്റ്റ് വേണോ. നോക്കിയേ, എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല ഏത് ടൈപ്പ് ഓഫ് ദോശ വേണ്ടതെന്ന്. ഓപ്ഷൻസ് ഇല്ല. ഇവിടാണ് ഓപ്ഷൻസ് 1 2 3 4 5 6 7 നോക്ക്. ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 15 ദോശ തന്നു. എന്നിട്ടും ഈ തട്ടുദോശയുടെ പുറകെ വരുമോ കണ്ടില്ല. ആ ഉപ്പ് ഒന്നുകൂടി ഇട്ട് ജസ്റ്റ് ഇടണ്ട, കാണിച്ചാൽ മതി ഇങ്ങനെ. ആ ഓ മൈ ഗാഡ്, നമ്മളവിടെ ഉണ്ടല്ലോ ഓൾറെഡി ഗ്രില്ലിങ് തുടങ്ങി. ഇപ്പം ഇവരെന്താ കിടന്ന് ചിരിക്കുന്നത്? എന്താ പ്രശ്നം? സാധനം ഉണ്ടായിരുന്നോ? അപ്പം നിങ്ങൾ എന്നെ ആരോപിച്ചു. ആ താണ്ട് ഇവിടെ സംവിധായക കൊടയായിട്ടിരിപ്പുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ സംവിധാനം ചെയ്യുന്നത് ബിന്ദുവാണ്. ഇവർക്ക് ഇനി ഒരു പണിയില്ല. നമ്മളാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് കൊണ്ട് പ്ലേറ്റിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എല്ലാം. കുഴപ്പമില്ല. ഇവര് ബിസിയാ. ഇവര് ഭയങ്കര സംസാരത്തിൽ ബിസിയാണ്. ഇന്നലെ എന്തോ വൈകിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇവരിൽ ആരൊക്കെയോ. പക്ഷെ ഇവിടെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ചെയ്യണം എല്ലാം. കഷ്ടമാണെന്ന് ആലോചിക്കണം. മറ്റേ കണ്ടോ, നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഉള്ളി കണ്ടിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ ഓൾറെഡി 10 കിലോ ഉള്ളി കണ്ടിച്ചു. ഇവരുള്ളിയാണോ തിന്നുന്നുള്ള എനിക്ക് സംശയമുണ്ട്. ആ കണ്ടോ, എന്നിട്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ കളിയാക്കുവാണ്. നമ്മളിത് നോക്ക് സ്മൂത്തായിട്ട് കണ്ടോ കൊണ്ട് തട്ടുവാണ്. നോ പ്രോബ്ലം. കുക്കിംഗ് ഒന്നും നമുക്കൊരു വലിയ വിഷയമല്ല. ഈ ഫുഡിൻ്റെ സെക്ഷൻ മുഴുവൻ ടേക്ക് കെയർ ചെയ്യുന്ന രാമുവാണ് എങ്ങനെ ഇത് പാക്ക് ചെയ്ത് കൊടുക്കണമെന്ന് കണ്ടോ. ടച്ചിങ്സ് അതിൻ്റെ സംഭവം കൂട്ടത്തിൽ ഈച്ചയും കൂടെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സൂപ്പർ. ഓ, ഇത് മുഴുവൻ ഞാനിവർക്ക് സെർവ് ചെയ്തതാണിപ്പം കണ്ടോ. ഇത് മൊത്തം നൈസ്. ജ്യോതിഷ് ഒരു 2 ചിക്കൻ ചേച്ചി കൊടുത്തേ. നോക്കിയാ, വീശാനാണെന്നുണ്ടെങ്കിൽ സുനിലെ പോലെ ഒരു വിദഗ്ധൻ ഇവിടെ ഇല്ല. ഗ്രില്ല് ചെയ്യാൻ ഒരു സെക്ഷൻ നോക്കി ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ അയവറത്ത് ഇരിക്കാൻ വേണ്ടി അനൂപ്, സപ്ലൈ ചെയ്യാൻ വേണ്ടി വേറൊരാൾ, പാട്ട് കേൾക്കാൻ വേണ്ടി സജി ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാ സെക്ഷനും ഉണ്ട്. പാട്ട് കേട്ട് എൻജോയ് ചെയ്യാൻ സജി ചേട്ടൻ. ചിക്കൻ്റെ സെക്ഷൻ മിസ്റ്റർ ജ്യോതിഷാണ്. ഇതെല്ലാം സെൻസർ ചെയ്തു. ഇപ്പം പറഞ്ഞൊക്കെ സെൻസർ ചെയ്തു. ചിലതൊക്കെ ഞങ്ങൾ സെൻസർ ചെയ്ത് കളയും. തലയും വാലും പോലും കാണിക്കത്തില്ല.
ഈ അനൂപിന് എന്നാന്നറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് തോന്നും എന്നാ അവിടുന്ന് ഒരു ബോട്ടിൽ ഒരു വലിയൊരു കലം എടുത്തോണ്ട് ഇവിടെ വരും, എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവെക്കും, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവെക്കും. പുള്ളിക്ക് എന്തോ ഒരു മാനസികാവസ്ഥയാണത്. നോക്ക്, ഇത് കൊണ്ട് വെക്കത്തേ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് പുള്ളി അവിടെ പോയി വിശ്രമിക്കും. പക്ഷെ അനു പറഞ്ഞത് എന്താണ്, നല്ല തണലാണോ തള്ളാന്നാണോ? തള്ളനാണോ? അത് വളരെ മോശമാണ്. അത് വീഡിയോ വന്നിട്ടുണ്ട്, അത് ഞാൻ ലേഡീസിനെ അറിയിച്ചിരിക്കും. ഇവര് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മേലെ കയറിയില്ലെങ്കിൽ അവര് ബാലസുധ ചായക്കകത്ത് കലക്കി തരും അത്രേ. ഗൈസ്, എന്റെ പ്രേക്ഷകർ പറയും ഈ ബാലസുധ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ കമന്റ് ഇടൂ. ഓക്കെ, ഈ ബാലസുധ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ദീപ്തി പറയുന്നു ബാലസുധ ഇട്ട് ഞങ്ങൾ ചായ തരുമെന്ന്. എന്താണെന്ന് അറിയില്ല. നമ്മളങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ലേക്സ് പാർക്കിൽ നിന്ന് തിരിച്ചു പോവാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട അതേ ആ ഒരു ലേക്സ് പാർക്കിൻ്റെ ആ ഒരു എൻട്രൻസ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്ന് സുഹൃത്തും ഫാമിലിയൊക്കെ ആയിട്ടുള്ള ആ ഒരു പിക്നിക് ഈവനിങ്ങോടുകൂടി ഞാൻ തിരിച്ചു പോവാണ്. അവരിപ്പോഴും അവിടെ ഉണ്ട്. അവിടെ ബനാന ഫ്രൈയും അതുപോലെ നഗറ്റ്സും ഒക്കെ ഫ്രൈ ചെയ്ത് പിള്ളേർക്കൊക്കെ കൊടുത്ത് ഒരു കുറച്ച് നേരം കൂടെ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് തിരികെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.